ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാന്താൻ നമാമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രഹേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് തൊട്ട് ആരംഭിക്കുന്ന ഒരു അധ്യയനം ശ്രീമദ് ഭാഗവത അധ്യയനം. ഇവിടെ ഇരിക്കണ ഇത് ശ്രവണം ചെയ്യണ എല്ലാവരും ധാരാളം ഭാഗവതം കേട്ട ജീവനാണ്. ധാരാളം ഭാഗവത കഥകൾ അനുഭവിച്ച ജീവനാണ്. ധാരാളം ആചാര്യന്മാരിൽ നിന്നും ഈ ഭഗവത് കഥയെ ശ്രവിച്ച ആൾക്കാരാണ്. എന്നെക്കാളും മുതിർന്ന ആൾക്കാരുണ്ട്, സമപ്രായക്കാരുണ്ട്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഈ ഭാഗവതം പറയാൻ പരമേശ്വരൻ ഒരു അനുവാദം തന്നിരിക്കണു. സാക്ഷാത് കൃഷ്ണൻ്റെ ഒരു അനുവാദം വന്നിരിക്കണു. ഒരു ഇൻവിറ്റേഷൻ വന്നിരിക്കണു. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഭാഗവതം പറയാൻ ആരംഭിക്കുകയാണ്. എല്ലാവരും കഥയിലെല്ലാം പെർഫെക്റ്റ് നോളജ് ഉള്ളതാണ്. ഭാഗവതം എഴുതിയ വ്യാസർക്കേ സന്ദേഹം വന്നാൽ നിങ്ങളെല്ലാവരും അത് പറഞ്ഞു കൊടുക്കാൻ, കഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. പക്ഷെ കഥ എന്തിനാ കഥ എന്ന് പറഞ്ഞാൽ തത്വത്തെ ഒരു ഹോമിയോ മരുന്ന് പോലെ നമുക്ക് തരണോ. ഹോമിയോ മരുന്ന് കണ്ടാൽ എല്ലാ മരുന്നും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. സാധാരണ മരുന്ന് കൊടുക്കാൻ പോയാൽ കുട്ടികളെല്ലാം പറയും എനിക്ക് മരുന്ന് വേണ്ട പറയും. ഹോമിയോ മരുന്ന് കൊടുത്താൽ മാത്രം കുട്ടികൾക്ക് ഇനിയും താ പറയും. എന്താണെന്ന് വെച്ചാൽ അത് മധുരമാണ്. അതുപോലെയാണ് ഈ കഥ. എത്ര കേട്ടാലും ഭഗവത് കഥകൾ നമുക്ക് മതിയാവുകയില്ല. എത്ര കേട്ടാലും, എത്ര ആചാര്യന്മാരിൽ നിന്ന് കേട്ടാലും, എത്ര പ്രാവശ്യം ഭാഗവതം എടുത്ത് പാരായണം ചെയ്താലും, കഥകൾ ശ്രവണം ചെയ്താലും നമുക്ക് മതി വരികയില്ല. ദിസ് ഈസ് ലൈക്ക് ഹോമിയോ മെഡിസിൻ. വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു ഇനിപ്പുണ്ടത്, ഒരു സ്വാദുണ്ടതിന്. നിഗമകൽപതരോഹോ ഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം. നിഗമകൽപതരോഹോ ഗളിതം ഫലം. വേദമാകുന്ന മരത്തിൽ നിന്നും പഴുത്തു വീണ പഴമാണ് ഭാഗവതം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ എസൻസ് എത്ര കേട്ടാലും മതി വരില്ല. എല്ലാവരും വ്യാസരെക്കാളും പണ്ഡിതന്മാരായിട്ട് ഈ കഥയിലൊക്കെ മികവുറ്റിയിരിക്കണം നമ്മുടെ ആൾക്കാരെല്ലാം.
പക്ഷെ സാധാരണ ഒരു സപ്താഹത്തിൽ എങ്ങനെ നടത്തണോ, ഓടിച്ചോടിച്ച് പറയണോ, അതുപോലെ ഈ അധ്യയനം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റ് ഭഗവാനിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. തിരിച്ച് ഞാനൊരു റിക്വസ്റ്റ് അങ്ങോട്ട് വെച്ചു. ഒന്നും ആജ്ഞാപനമല്ല, ഞാനൊരു റിക്വസ്റ്റ് വച്ചിരിക്കുന്നത് ശ്ലോകം ബൈ ശ്ലോകം, പ്രതി ശ്ലോകമായിട്ട് നമുക്ക് ഭാഗവതം അതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചു കൊണ്ടുപോകാം. കഥയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എവിടെയും. തത്വത്തെ ഭാഗവതം എന്തിനിരിക്കണു? നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം, വേദത്തിൻ്റെ പൊരുൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണം. ഹോമിയോ മെഡിസിൻ ഇനിപ്പാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ മരുന്ന് വച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഡൈല്യൂട്ടഡ് ഫോമിൽ, ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിൽ ഔഷധം വച്ചിരിക്കണം. ആ ഔഷധത്തെയാണ് നമ്മൾ ഉള്ളിൽ യാതേ രുദ്ര ശിവ തനു ശിവ വിശ്വാഹ ഭേഷജി, വിശ്വത്തിനും ഉള്ള മരുന്നായിട്ട് ഭഗവാൻ ഉള്ളിലിരുന്ന് നമ്മുടെ ഉള്ളിലെ ഈ വിശ്വം എന്ന ആസക്തി ഉണ്ടല്ലോ, ലോകം കാണണം, കാണപ്പെടുന്നത്. വിശ് ധാതു എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചത് എന്നർത്ഥം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രവേശിച്ച് കൊളാപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, മനസ്സിന് ദോഷം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ? വെളിയിലുള്ള എക്സ്റ്റേണൽ നോളേജസ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചു, യുദ്ധം നടന്നു, ഇന്ന മിസൈൽ വന്നു, ഇന്ന യുദ്ധവിമാനമുണ്ട്. ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ നോളേജാണ്. ഈ എക്സ്റ്റേണൽ നോളേജ് നമ്മുടെ ഉള്ളിൽ ഭയം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഭയത്തിൽ നിന്നും നമുക്ക് മുക്തി വേദത്തിൻ്റെ പൊരുളാകുന്ന ആ ഔഷധം അതിനെ ഇല്ലാതാക്കും. വിഷധാതു പ്രവേശിച്ചിരിക്കുന്നതിനെ എല്ലാം വെളിയിലാക്കും അല്ലേ? വിഷം, നോക്കൂ, വിഷം കൂടെ അങ്ങനെയാണ്. അത് പ്രവേശിച്ച ദുഃഖമാണ് നമുക്കില്ലേ? അപ്പം അതുകൊണ്ട് ഉള്ളിലെ വയറ്റിൽ വിഷമൊക്കെ വന്നവർക്കൊക്കെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മൊത്തം ഓസിട്ട് വയറ് മുഴുവൻ, കുടൽ മുഴുവൻ ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും ഭക്ഷണം കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വിഷം ഒരംശം ഇരുന്നാൽ മറ്റു പദാർത്ഥങ്ങളെല്ലാം വിഷമാവും. നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒരു തരി ചെളി വീണാൽ മതി, വെള്ളം അശുദ്ധമായി. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ആ ചെളിയെ മുഴുവൻ എടുത്തു കളയാനുള്ള മെഡിസിനാണ് ഈ ഭാഗവതം. അപ്പോൾ അതിൻ്റെ തത്വത്തെ നമുക്ക് ഗ്രഹിച്ചു കൊണ്ടുപോകാം. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവ. ഈ ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടുള്ള കൃഷ്ണനാണ്. നതു ഗ്രന്ഥരാശി. അത് ഗ്രന്ഥരാശിയല്ല, അത് ഗ്രന്ഥമേ അല്ല. നമ്മൾ കരുതും ഈ ഭാഗവതം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണെന്ന് കരുതും. ഞാൻ ഭാഗവതം വായിക്കണു, ഞാൻ പാരായണം ചെയ്യണു, ഞാൻ ഇത് ചെയ്യണം. നോക്കൂ, ഇത് പാരായണം ചെയ്യാൻ പറ്റണതേ ഇല്ല. ഭാഗവതം കൊടുത്തിരിക്കുന്നത് പോലും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലാണ്. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. ഇത് ഹൃദയത്തിൽ പ്രകാശിച്ചതാണ് ഭാഗവതം. അതുകൊണ്ട് ഈ ഭാഗവതം എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കും. എന്താണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ? ഭഗവതഃ ഇതം ഭാഗവതം. നോട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ക്ലാസ് ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. ശ്രദ്ധാപൂർവം ആദ്യം ശ്രവിച്ചതിന് ശേഷം പ്രധാന പോയിൻറ്റ്സ് ഇതിൽ നിന്നൊക്കെ വരണമെങ്കിൽ ആചാര്യന്മാരിൽ നിന്നൊക്കെ വന്നതാണ്. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ എഴുതിയെടുത്താലൊന്നും പ്രശ്നമില്ല. ഭഗവതഃ ഇതം ഭാഗവതം. ഭഗവാൻ തന്നെയാണ് ഭാഗവതം. അതിനെ നമ്മൾ ഒന്നുകൂടെ പിരിച്ചാൽ ഭഗം എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങളെയാണ് ഭഗം എന്ന് പറയുന്നത്. ജ്ഞാനം, ബലം, വീര്യം, ശക്തി, ഐശ്വര്യം, തേജസ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയാം, ആത്മാ എന്ന് തന്നെ അർത്ഥം. 6 ഗുണത്തിൽ ഒരു ഗുണം ജ്ഞാനമാണ്. ഈ ഭാഗവതത്തിൽ നമുക്ക് കാണാം, ഇത് ജ്ഞാന പ്രതീപോഹരഹ. ഇത് ജ്ഞാനമാണ്, ജ്ഞാനവഴിയാണ്. ഇതിനെ പൊതുവിൽ പരമഹംസ സംഹിത എന്ന് പറയും. നോക്കൂ, ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ തരികയാണ്. ശ്ലോകത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വച്ചുകൊണ്ട് നമ്മൾ ശ്ലോകത്തിലേക്ക്, ഭാഗവതത്തിലേക്ക് കടന്നാൽ ഭാഗവതം മനസ്സിലാവും. ഇല്ലെങ്കിൽ ഭാഗവതം നമുക്ക് പലതരത്തിലും ചില കർമ്മങ്ങളോ അതിലൊക്കെ പോയി നമ്മൾ പെട്ടുപോകും. എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനെ പഞ്ചമോ വേദ എന്ന് പറയും.
മഹാഭാരതത്തിലെ കഥകളെ സ്വീറ്റാക്കി ഭഗവാനെ നായകനാക്കി എടുത്തു. മഹാഭാരത കഥയിൽ നോക്കിയാൽ ഭഗവാൻ ഗസ്റ്റ് റോളാണുള്ളത്. ഭഗവാൻ വരണു, ഗസ്റ്റ് റോൾ അഭിനയിക്കണു, നല്ല പോലെ അഭിനയിക്കണു, പോണു. പക്ഷെ ഇവിടെ ഭഗവാൻ നായക വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഭാഗവതം തന്നെയാണ്, മഹാഭാരതം തന്നെയാണ് ഭാഗവതം. അതുകൊണ്ട് ഇതിൽ പഞ്ചമോ വേദ, പഞ്ചവേദം, 4 വേദത്തിൻ്റെയും ഒരു ഫ്രൂട്ട് ഇതിലുണ്ട്. എന്ന് വെച്ചാൽ വേദാന്തത്തെ വേർ വിളങ്ങും വേദപ്പൊരുൾ അരുൾ അരുണാചല എന്ന് പറയുന്നത് പോലെ വേദാന്തത്തിൻ്റെ സാരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ സാരത്തെയാണ് ജ്ഞാനം എന്ന് പറയണത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാന്ന് തന്നെ അർത്ഥം. ഇവിടെ തന്നെ ഭഗവാനെ തന്നെ ഭാഗവതത്തിൽ പറയണത് എന്താന്ന് വെച്ചാൽ, വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദയേ. തത്വവിത്തുക്കളായിട്ടുള്ള, തത്വം അന്വേഷിച്ച് അറിഞ്ഞവരായിട്ടുള്ളവരൊക്കെ പറയണു ജ്ഞാനമദ്വയം, രണ്ടില്ലാത്തതായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ ബ്രഹ്മം എന്ന് പറയണു, പരമാത്മാവെന്ന് പറയണു, ഭഗവാൻ എന്ന് പറയണു. ഇതൊക്കെ വെറും ശബ്ദരാശികൾ മാത്രമാണ്. ഭഗവാനോ കേവല അനുഭവ സ്വരൂപമാണ്. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപ ഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരത് അനുഭവാഭ്യാം. ഭഗവാൻ ആനന്ദ അനുഭവമാണെന്ന് ആദിശങ്കര ഭഗവത് പാതാളെ പറഞ്ഞു ശിവാനന്ദ ലഹരിയിലും. അതുപോലെ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ശബ്ദരാശിയാണ്. പരമാത്മാ എന്ന് നമ്മൾ പറയുന്നത് ഒരു ശബ്ദരാശിയാണ്. ആത്മാ എന്ന് പറയുന്നത് ഒരു ശബ്ദരാശിയാണ്. ഭഗവാൻ എന്ന് പറയുന്നതും ഒരു ശബ്ദരാശിയാണ്. ഈ ശബ്ദങ്ങളുടെ എല്ലാം ലക്ഷ്യമാണ് അനുഭവം. അനുഭവം ഭഗവാനാണ്. അപ്പൊ ഭഗം എന്ന വാക്കിന് ജ്ഞാനം എന്നർത്ഥം. പിന്നെ പറയണു ബലം എന്നർത്ഥം. ബലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ നമ്മുടെ ബലം എന്ന് വെച്ചാൽ, കുറേ ധാരാളം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല തടിമിടുക്കുള്ള ആളായിട്ട് മറ്റൊരാളെ ഇടിക്കാം. ഇതിനാണോ ബലം? ബലം മനോബലമാണ്. എങ്ങനെയാ മനസ്സ് ബലവത്താവണത് എന്ന് പറഞ്ഞാൽ, സ്കാറ്റേർഡ് ആയിരിക്കണം മനസ്സിന്, അല്ലേ? ഒരു സൂര്യൻ്റെ രശ്മിക്കാണോ സൂര്യനാണോ ബലം? സൂര്യനിൽ നിന്നും സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റിനാണോ ബലം? സൂര്യൻ പ്രകാശസ്വരൂപമായിട്ടുള്ള സൂര്യനാണോ ബലം ചോദിച്ചാൽ പ്രകാശസ്വരൂപമായിട്ടുള്ള സൂര്യനാണ് ബലം. അതിൽ നിന്നും സ്കാറ്റേർഡ് ആയിട്ടുള്ളതിന് വാലിഡിറ്റി ഉണ്ട്. കുറച്ച് നേരത്തേക്ക് ബലവത്തായിരിക്കും, പിന്നെ ബലമേ ഇല്ലായിരിക്കും, പിന്നെ അതിന് ബലമേ കാണില്ല. അപ്പൊ ബലം എന്താന്ന് വെച്ചാൽ, ആപ്യായന്തു മമാംഗാനി വാക് പ്രാണ ചക്ഷുശ്രോത്രമദോബലം ഇന്ദ്രിയാണി ച സർവാണി. ശാന്തിപാഠം നമ്മൾ നോക്കിയാൽ, സാമവേദ അന്തർഗതമായിട്ടുള്ള ശാന്തിപാഠം, ഉപനിഷത്ത് ശാന്തിപാഠം നോക്കിയാൽ ഇന്ദ്രിയങ്ങളെല്ലാം ബലവത്തായിരിക്കണം. നാരായണ ഗുരുദേവൻ പോലും ഇതിനെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇന്ദ്രിയമൊക്കെ നല്ല ബലമായിട്ടിരിക്കണം, ശരീരമൊക്കെ നല്ല ബലമായിരിക്കണം, എല്ലാ അംഗങ്ങളും ഒരു വൈകല്യമില്ലാതിരിക്കണം. ചക്ഷു ശ്രോത്ര മതോ ബലം ഇന്ദ്രിയാണിച്ച സർവാണി, സർവ ഇന്ദ്രിയങ്ങളും ബലവത്തായിരിക്കണം. എന്തിനാ ഈ ബലം എന്ന് വെച്ചാൽ, സർവം ബ്രഹ്മോപനിഷദം, സർവം ബ്രഹ്മമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ബലം വേണം. അതുകൊണ്ട് ബലം എന്തിനാന്ന് വെച്ചാൽ, സർവം ഈശ്വരനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈശാവാസ്യമിതം സർവം എന്നറിയാൻ വേണ്ടിയിട്ടുമാണ് ബലം. ആ ബലം ഭഗത്തിനൊരർത്ഥം ബലം. ഇനി മൂന്നാമത്തെ ഒരു ഗുണം എന്താ? വീര്യം. വീര്യം എന്ന് പറഞ്ഞാൽ മാറാത്തതായിട്ടുള്ള സത്യം എന്നർത്ഥം. ആത്മനാവിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ഉപനിഷത്ത് വാക്യം നമ്മൾ എടുത്താൽ എന്താണ് വീര്യം എന്ന് വെച്ചാൽ, ആത്മാവിനാണ് വീര്യം അത്രേ.
ആത്മാവിൽ നിന്നുമാണ് സർവ മനോബലങ്ങൾ ഉണ്ടാവണത്. മനസ്സിൽ നിന്നാണ് സർവക്രിയകളും ഉണ്ടാവണത്. ആ ക്രിയയുടെ ബലത്തിനെ മാത്രം നമ്മൾ വിലയിരുത്തണു. പക്ഷെ ഈ ബലത്തിൻ്റെ സ്രോതസ് അന്വേഷിച്ച് പോയാൽ, വീര്യത്തെ അന്വേഷിച്ച് പോയാൽ, ആത്മനാവിന്തതേ വീര്യം, ആത്മാവിലാണ് വീര്യം ഇരിക്കുന്നത്. എത്ര വലിയ ബലവത്തായിട്ടുള്ള ഒരു ജിമ്മിൽ പോണ ആളാണെങ്കിലും ഉള്ളിൽ ആത്മാവില്ലെങ്കിൽ പോയി അല്ലേ. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു കഥയൊക്കെ വരും ഇതിൽ. അതിൽ ഹിരണ്യാക്ഷൻ, വരാഹാവതാരത്തിൽ ഹിരണ്യാക്ഷൻ മരണമടഞ്ഞു. ഹിരണ്യാക്ഷൻ മരിച്ചു കിടക്കുകയാണ്. കൂടെ ഇരിക്കണ അസുരന്മാരല്ല, നോക്കൂ, ഹിരണ്യകശിപു കൂടെയും ഈ തത്വത്തെ അറിഞ്ഞു വച്ചിരിക്കുന്നു. പക്ഷേ ഈ തത്വം ഇൻ്റലക്ച്വലി അറിഞ്ഞു എന്നല്ലാതെ ഈ തത്വം പ്രകാശിച്ചിട്ടില്ല. ഹിരണ്യാക്ഷൻ കിടക്കണു, കൂടെയുള്ളവരെല്ലാം വീട്ടുകാരും എല്ലാം കരയണു, അയ്യോ ഹിരണ്യാക്ഷൻ പോയി, ഹിരണ്യാക്ഷൻ പോയി കരയണു. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, അതിന് ഹിരണ്യാക്ഷൻ എവിടെ പോയി, ഇതാ കിടക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലിരുന്ന ഒരാൾ ചോദിച്ചു, അത് ഉള്ളിലിരുന്ന ആരോ പോയി, ഉള്ളിലിരുന്ന ആൾ പോയി എന്ന് പറഞ്ഞു. ആ ഉള്ളിലിരുന്ന ആളെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളാരും ഐഡൻറ്റിഫൈ ചെയ്തേ. ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ഇവന് ചൈതന്യത്തെ കൊടുക്കണത്. ചൈതന്യാർക്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ, ഈ ചൈതന്യമാണ് ഇവന് ചൈതന്യം കൊടുക്കണതെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ പറയും? പിന്നെ എങ്ങനെ ആള് ഇതാ കിടക്കല്ലേ? നിങ്ങൾ പറയണ ഫോം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വീര്യം ആത്മാവിനാണ്. ആത്മനാവിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം. അതറിഞ്ഞാലാണ് നമുക്ക് അമൃതത്വം ഉണ്ടാവണത്. ജ്ഞാനം, ബലം, വീര്യം, ശക്തി. ശക്തി എന്ന വാക്കിന് നമ്മൾ പൊതുവിൽ അർത്ഥം എനർജി എന്നർത്ഥം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഓർ നോർ ബി സ്റ്റോർഡ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റില്ല. ഇത് ബാറ്ററിയിൽ നമ്മളിപ്പോൾ മൊബൈലിൽ എന്താ ഇത് വച്ചിരിക്കണു, കുറേ കാലം മൊബൈൽ യൂസ് ചെയ്യാതിരുന്ന തനിയെ എനർജി പോയിക്കൊണ്ടേയിരിക്കും. എനർജിയെ വി കാൺ സ്റ്റോർ ഇട്ട്, നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് പറയണത്. മായ എന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറ്റാത്തത് എന്നർത്ഥം. നമുക്ക് ഒരു കാലത്തും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്. നമ്മുടെ മുന്നിൽ 3D സിനിമയൊക്കെ കാണുന്നത് പോലെ നമ്മുടെ മുമ്പിൽ റോസാപ്പൂ വരും, ഐസ്ക്രീം വരും, പുഷ്പങ്ങൾ വരും, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരും. പക്ഷെ വി കനോട്ട് ടേസ്റ്റ് ഇറ്റ് ഓർ ടച്ച് ഇറ്റ് ഓർ സെൻസ് ഇറ്റ്. അതൊരു പ്ലെയിനിൽ വന്നു പോകണു, നമ്മുടെ തൊട്ടടുത്തിരിക്കണത് പോലെ തോന്നണു. മരുഭൂമിയിലെ നീര് പോലെ. മരുഭൂമിയിൽ നോക്കൂ, കാനൽ നീര് നമുക്ക് കാണാം. മരുഭൂമിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് പോലെ തോന്നും. അടുത്തടുത്ത് പോകുന്തോറും വെള്ളം ദൂരേക്ക് പോണത് പോലെ തോന്നും. വെള്ളം അടുത്ത് കിട്ടുകയില്ല. കാരണം അവിടെ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് നീരവിടെ ഇല്ല. പക്ഷേ ഒരു ഇല്യൂഷൻ അല്ലേ, ഇല്ലാത്തത്, അതിനാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരു പേരിട്ടിരിക്കണു ഇംഗ്ലീഷിൽ. ഇല്ലായ്മയെ നമ്മൾ കാണണു. അവിടെ വെള്ളമില്ല, പക്ഷെ ജലരാശി പോലെ നമുക്ക് കാണണു. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. അതുപോലെ ഈ ശക്തിയാണ് പ്രധാനം. നമ്മൾ വിചാരിക്കും ശക്തിയും ശിവനും അല്ലേ, അതിൽ ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല എന്ന് പലരും വാദിക്കുന്നുണ്ട്. ഇപ്പോൾ പല ചാനലുകളിലൂടെ, യൂട്യൂബിലൂടെ മായയുടെ പല രൂപങ്ങളാണ് യൂട്യൂബ് ചാനലൊക്കെ. അതിൽ നല്ലതും കിട്ടും, ചീത്തയും കിട്ടും അല്ലേ. മഹാമായയുടെ വേല എന്താ? ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ, ശിവനിലേക്ക് ഐക്യപ്പെടുത്തുക എന്നാണ്. പക്ഷെ അതേ മഹാലക്ഷ്മി എന്ത് ചെയ്യും? പല പല വിഷയത്തിലേക്കും കൊണ്ടുപോകും അത്രേ. രാമകൃഷ്ണദേവൻ്റെ ഒരു ശിഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഈ കാളി മുന്നിൽ കുറേ ലക്ഷ്യത്തെ കാണിച്ചിട്ട് നമ്മളെയൊക്കെ പിന്തിരിപ്പിക്കണു അത്രേ. ഒരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ വട്ടം ചുറ്റിക്കണു അത്രയും. എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഒരു കാളയെ പണ്ടൊക്കെ ഈ ചക്കിൽ ഈ ഒരു ഇതിൽ എണ്ണ ആട്ടണത്. അതിപ്പോൾ മെഷീൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പൊതുവിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചിലയിടത്ത് പോയാലും ഇപ്പോൾ കാണാൻ പറ്റും. ഈ കാളയെ ഇങ്ങനെ കെട്ടിയിട്ട് ഫ്രണ്ടിൽ, അതിൻ്റെ കൊമ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് പുല്ലിനെ കെട്ടും. ഈ പുല്ലിനെ തിന്നാൻ വേണ്ടി കാള ഇങ്ങനെ ഓടും. കാളിങ്ങനെ ഓടി ചുറ്റും ഓടി വരുമ്പോഴേക്കും നടുവിൽ ആ എണ്ണ ഇങ്ങനെ ആട്ടണ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഈ പുല്ലിനെ തേടിയാണ് കാള. അവസാനം ഇത് കിട്ടില്ല എന്ന് വൈരാഗ്യം വരും അത്ര. വൈരാഗ്യം വരുമ്പോഴേക്കും ഇവിടെ ഒരു സൈഡിൽ എണ്ണ, ഇതാണ് ദേവി തരണ ലക്ഷ്യം. ഇതിൽ ചിലർ ഈ പുല്ലിൽ ഭ്രമിച്ചു പോകും. ചിലർ പുല്ലറിവ് എന്ന അക്ഷരമണമാലയിൽ മഹർഷി പറഞ്ഞിരിക്കുന്നു. പുല്ലറിവ്, ഈ പുല്ലിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. എന്താ, ഒരു കാലത്തും അതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുകയില്ല. ധാരാളം ധനം സമ്പാദിച്ചു വെച്ചാൽ ഉപയോഗപ്പെടുകയില്ല.
ബന്ധുജനങ്ങളെ സമ്പാദിച്ചു വെച്ചാൽ ഉപയോഗപ്പെടുകയില്ല. ഇതൊക്കെയാണ് ശക്തി. ധനശക്തി എന്ന് നമ്മൾ വിചാരിക്കും, സെക്യൂരിറ്റി എന്ന് നമ്മൾ വിചാരിക്കും, ഇതാണ് സത്യം ശക്തി എന്ന് നമ്മൾ വിചാരിക്കും. ബലം, ശരീരത്തിൻ്റെ ബലമാണ് ശക്തി എന്ന് വിചാരിക്കും. അതൊന്നുമല്ല ശക്തി. ഈ മായയിൽ നമ്മൾ ചേരാതിരിക്കുക, മായയ്ക്ക് കൈ കൊടുക്കാതിരിക്കുക, മായയിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആവുക, ഇതാണ് ശക്തി. അതാണ് ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ. കാരണം ഈ ശക്തിയുടെ സ്രോതസ് നോക്കിയാലും ആത്മാവ് തന്നെയാണ്. ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറിയെന്ന് മഹർഷി രമണ മഹർഷി പറഞ്ഞിരിക്കുന്നു. ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം. ഈ ശക്തി പോയി ഒടുങ്ങണത് എവിടെയാണ്? അരുണാചലം. അചലമായ ഒരു പൊരുളിൽ, ആത്മാവിൽ നിന്നാണ് ഈ ശക്തി വെളിയിലേക്ക് വരണത്. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. എവിടെ നിന്നാണ് ഈ മനസ്സ് വെളിയിലേക്ക് സ്കാറ്റേർഡ് ആവണത്? ആ സ്രോതസ് തന്നെയാണ് ശക്തി സ്വരൂപം. അതുകൊണ്ട് ആ ശക്തി ഭഗമാണ്. ഒരു ഗുണം ശക്തിയാണ്, ശക്തി ആത്മാവാണ്. അടുത്തത് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് കപ്പാസിറ്റി എന്നർത്ഥം. നമ്മൾ കരുതും ധാരാളം വിഷയങ്ങൾ നമുക്ക് വീട്ടിൽ വന്ന് ചേരണത്, അല്ലെ, ധനം വന്ന് ചേരണത്, സന്തോഷം വന്ന് ചേരണത്, ഇതാണ് ഐശ്വര്യം. പക്ഷേ സന്തോഷം വന്ന് ചേരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൺട്രോളിങ് കപ്പാസിറ്റി ഉണ്ടാകണം, വൈരാഗ്യം വേണം. വൈരാഗ്യമില്ലായ്മ എന്ന് വെച്ചാൽ ഒന്നിനോട് കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖത്തിന് കാരണമാവും. നമുക്ക് ഒരു ഷുഗർ പേഷ്യൻറ്റിന് ലഡുവിനോടോ ജിലേബിയോടോ ഒക്കെ കൺട്രോൾ ഇല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാവും. ദുഃഖൌഷധം തതപി ദുഃഖം, അത് ദുഃഖത്തിന് കാരണമാവും. കൺട്രോൾ ഇല്ല അവിടെ. അപ്പോൾ കൺട്രോളിങ് കപ്പാസിറ്റി, അതിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. തേജസ്, ആറാമത്തെ ഗുണമെന്താ? തേജസ്, സ്വയം പ്രകാശിതം. ആത്മാവ് നോക്കൂ, സ്വയം പ്രകാശിതമാണ്, നിത്യസിദ്ധമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഉപനിഷത്ത് പറയണു ന തത്ര സൂര്യോഭാതി. ആത്മാവിൻ്റെ അത്ര പ്രകാശിക്കാൻ സൂര്യന് കൂടെ കഴിയില്ല അത്രേ. നോക്കൂ, സൂര്യനെ കാണണമെങ്കിൽ ഞാൻ വേണം ഒരു ഇരുട്ട് മുറിയിൽ നല്ല പളിച്ചെന്ന് വെളിച്ചമടിക്കുന്ന സമയത്തു കൂടെയും നല്ല നൂൺ സമയത്ത്, ഉച്ച സമയത്ത് ഒരു റൂമിനകത്ത് എല്ലാം ലൈറ്റും മൂടിയാൽ അതിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശമേ ഇല്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്നൊരു പ്രകാശമുണ്ട്, അല്ലേ? ആ പ്രകാശമാണ് ഇരുട്ടിനെ കാണുന്നത്. സൂര്യന് ഒരു കാരണവശാലും ഇരുട്ടിനെ കാണാൻ പറ്റില്ല. നോക്കൂ, സൂര്യൻ എപ്പോഴെങ്കിലും ഇരുട്ടിനെ കാണാൻ പറ്റുമോ? ഇരുട്ടിനെ കാണാനേ പറ്റില്ല. സൂര്യൻ ഇരുട്ടിനെ കണ്ടാൽ പിന്നെ ഇരുട്ടവിടെ ഉണ്ടോ? ഇരുട്ടിന് ഒരിക്കലും സൂര്യനെ കാണാനേ പറ്റില്ല. ഇരുട്ടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോവും. സൂര്യൻ്റെ ഐഡൻറ്റിറ്റി ഇരുട്ട് വരുമ്പോൾ പോയി, ഇരുട്ടിൻ്റെ ഐഡൻറ്റിറ്റി സൂര്യൻ വരുമ്പോൾ പോയി, അല്ലേ? സൂര്യൻ ഇരുട്ട് കണ്ടിട്ടില്ല, പക്ഷേ ആത്മാവോ പ്രകാശത്തെയും കണ്ടിട്ടുണ്ട്, ഇരുട്ടിനെയും കണ്ടിട്ടുണ്ട്. ഇരുട്ടിനെയും പ്രകാശിപ്പിക്കും അത്രേ. സ്വപ്നത്തിൽ നോക്കൂ, ഫുൾ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ ഉറങ്ങണു, കണ്ണടച്ച്, ഒരു തരി വെളിച്ചമേ ഇല്ല. ആരാ അവിടെ പ്രകാശം അടിക്കണത്? അതുകൊണ്ടാണ് സ്വപ്നത്തിന് തൈജസി എന്ന് പേര്. തേജസ് സ്വയം പ്രകാശിതമാണ്. അതിന് ഒരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ചന്ദ്രൻ്റെ പ്രകാശം, താരകത്തിൻ്റെ പ്രകാശം, കുതോയം അഗ്നി, ഏതെങ്കിലും ക്രിയയുടെ പ്രകാശം പോലും വേണ്ടത്രേ. അഗ്നിഹോത്രത്തിൻ്റെ പ്രകാശം കൂടെ വേണ്ടത്രേ. അഗ്നിയുടെ പ്രകാശം കൂടെ വേണ്ട. തമേവ ബാന്ധം അനുപാതി സർവം. അതുണ്ടെങ്കിലേ സർവവും പ്രകാശിക്കുകയുള്ളൂ. ഞാനില്ലെങ്കിൽ സൂര്യൻ എന്താ പ്രസക്തി, അല്ലേ? ഇത് ഒരു ഞാൻ എന്നുള്ള രീതിക്ക് ആദ്യം നമ്മൾ മനനം ചെയ്യുമ്പോൾ തോന്നണത്, കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനേ ഉള്ളൂ. പ്യുവർ കോൺഷ്യസ്നെസ്, ഒരേ ഒരു പ്രകാശം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് 6 ഗുണങ്ങൾ. സ്വയം പ്രകാശിതം, ആത്മാവ് സ്വയം പ്രകാശിതമാണ്. അത് ശരീരത്തിന് പ്രകാശിക്കണമെങ്കിൽ ആത്മാവ് വേണം, മനസ്സിന് പ്രകാശിക്കണമെങ്കിൽ ആത്മാവ് വേണം. ആത്മാവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഈ 6 ഗുണത്തോടു കൂടിയുള്ളവൻ ആരോ അവനാണ് ഭഗവാൻ. ഈ 6 ഗുണവും നമുക്ക് ഭഗവാനിൽ കാണാം. ജ്ഞാനമുണ്ട്, ബലമുണ്ട്, വീര്യമുണ്ട്, ശക്തിയുണ്ട്, ഐശ്വര്യമുണ്ട്, തേജസ്സുണ്ട്. ആ ഭഗവാനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതൊക്കെയാണ് ആവശ്യം, അല്ലേ? ജ്ഞാനം വേണം, ബലം വേണം, വീര്യം വേണം, ശക്തി വേണം, തേജസ് വേണം. ഇതൊക്കെ ഒരാളിൽ നമ്മൾ കണ്ടിട്ടാണ് അയാളിൽ ആകർഷിതമാവണത്. കൃഷ്ണൻ എന്ന വാക്കിന് കർഷണം ചെയ്യണമെന്നർത്ഥം, ആകർഷിക്കണമെന്നർത്ഥം.
കൃഷ്ണൻ ഈ ബലത്തെയൊക്കെ വച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ ഒരു ആത്മസ്വരൂപമായിട്ടിരുന്നിട്ട് നമ്മളെയൊക്കെ ആകർഷിക്കണത്. കാന്തൻ അല്ലേ, എന്നാൽ കൃഷ്ണന് കാന്തൻ എന്ന് പേര്. കാന്തൻ എന്ന് പറഞ്ഞാൽ കാന്തശക്തിയുള്ളവെന്നർത്ഥം, നമ്മളെയൊക്കെ പിടിച്ച് വലിക്കാൻ ശക്തിയുള്ളവെന്നർത്ഥം. തുടർന്ന് നമുക്ക് നാളെ കാണാം. ഭാഗവതം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നതേ ഉള്ളൂ. അതിൻ്റെ ബാക്കി ആദ്യ ശ്ലോകം തൊട്ട് നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവരും ഭാഗവതം കേട്ടിട്ടുണ്ട്, എല്ലാവരും നമുക്ക് കൂടെ പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ളവരാണ്. പക്ഷേ ഭാഗവതം കേൾക്കണത് ഒരു ആനന്ദം, പറയണത് ഒരു ആനന്ദം. ഇത് ഭഗവാനാണ് പറയണത്, ഭഗവാനാണ് കേൾക്കണത്. ഈ ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. തുടർന്ന് നമുക്ക് നാളെ കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.